ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഓണമൊക്കെ ആയല്ലോ. എത്രയൊക്കെ സദ്യകൾ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു സ്വാദ് തീർച്ചയായിട്ടും മറ്റൊരു സ്ഥലത്തും കിട്ടത്തില്ല. ചിലപ്പോൾ നല്ല സദ്യയൊക്കെ ഒരുക്കുന്ന അവരുടെയൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് തോന്നുമെങ്കിലും നമുക്കൊരു മനസ്സിന് സുഖം കിട്ടുന്നത് നമ്മൾ വീട്ടിൽ അല്പം കറികളാണെങ്കിലും അത് ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ്. ഇപ്പൊ ഞാനും നമ്മുടെ സുഹൃത്ത് മാത്യുവും ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്ലാൻ ഇട്ട് ഓണസദ്യ ആക്കാന്ന് വിചാരിച്ചു. പക്ഷെ ആക്കി വന്നപ്പോഴത്തേനും ഇത് ഒരു സാധാരണ സദ്യയുടെ അത്രയായി. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇന്ന് നമ്മുടെ ഐറ്റംസ് നിന്ന് പരിചയപ്പെട്ട് നോക്കാം. അപ്പൊ സദ്യയുടെ തുടക്കം നമ്മുടെ ബനാന ചിപ്സ്, ശർക്കര വരട്ടി, വീട്ടിലുണ്ടാക്കിയ നല്ല ഹോം മെയ്ഡ് മാംഗോ പിക്കിൾ, പിന്നെ ഇത് കണ്ടോ കൊണ്ടാട്ടം, ഇത് തന്നെ വീട്ടിലുണ്ടായ കുക്കുംബർ കൊണ്ടുണ്ടാക്കിയ പച്ചടി, അഗെയിൻ ഇവിടെ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയ ബീട്രൂട്ടിന്റെ പച്ചടി, ഇത് റിജാമോൾ ആൻഡ് മാത്യുവിന്റെ ഇഞ്ചി പച്ചടി, പുളിയിഞ്ചി, ഇത് എരിശ്ശേരി, ഇത് പഴയിടത്തിന്റെ വീഡിയോ കണ്ട് ഉണ്ടാക്കിയ പൈനാപ്പിൾ പച്ചടി, ഇത് കാളൻ, ഇത് പൈനാപ്പിൾ കിച്ചടി, പിന്നെ ഇത് കൂട്ടുകറി, നമ്മുടെ പൊണ്ടാട്ടി സ്നേഹയുടെ കൂട്ടുകറി, അഗൈൻ ഇത് അവിയൽ, പപ്പടം, ഇത് നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന നല്ല അടിപൊളി പപ്പടം, ക്യാബേജ് തോരൻ, നല്ല അടിപൊളി ചൂട് വറക്കുന്ന അടിപൊളി സാമ്പാർ, നല്ല കുത്തിരിച്ചോറ്. സദ്യയൊക്കെ കഴിച്ച് എല്ലാം ഒന്ന് ദഹിക്കാൻ അടിപൊളിയായിട്ടുള്ള ഇതുണ്ടോ, നല്ല അടിപൊളി മോര്, നല്ല എരിവ്, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ട മോര്. വളരെ വിരളമായിട്ട് നമ്മളിത് കടയിൽ നിന്ന് മേടിക്കാറുള്ളൂ. ഞാലിപ്പൂവൻ സദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. പിന്നെ 2 കൂട്ടം പായസം, ഒന്ന് സേമിയ പായസം, പിന്നെ ഇത് ചെറുപയർ പായസം. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ വീട്ടിലുണ്ടാക്കുന്നുണ്ടെന്നറിയാം. എങ്കിലും ഞങ്ങൾ അടിപൊളിയായിട്ടൊന്ന് സദ്യ കഴിച്ചിട്ട് വരാം.
ഹലോ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും സമയം കിട്ടുമെങ്കിൽ വീട്ടിൽ സദ്യ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും സ്വാദിഷ്ടകരമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഐറിഷ് ലൈഫ് ആൻഡ് ഇവന്റ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.